അസ്സലാമലൈക്കും. സമയത്തിന്റെ തുടക്കത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഏകദേശം 450 കോടി വർഷങ്ങൾക്ക് മുൻപ് ബഹിരാകാശത്തെ ധൂളിപടലങ്ങളും വാതകങ്ങളും ഗുരുത്വാകർഷണത്താൽ കൂട്ടിമുട്ടി ഒരു ഭീമൻ അഗ്നിഗോളമായി ഭൂമി പിറവിയെടുത്ത സമയം. ശാസ്ത്രം ഇതിനെ ഹീഡൻ ഇയോൺ എന്ന് വിളിക്കുന്നു. ഇന്നത്തെ കുളിർമയുള്ള ഭൂമിയല്ല അന്ന്. അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഇല്ല, പകരം ഹൈഡ്രജനും കാർബൺ മോണോക്സൈഡും നിറഞ്ഞ വിഷപ്പുകയായിരുന്നു. ഉപരിതലം തിളച്ചുമറയുന്ന ലാവയുടെ സമുദ്രം. എന്നാൽ നമുക്ക് നരകതുല്യമായ ഈ അവസ്ഥയാണ് മറ്റൊരു വിഭാഗത്തിന് പ്രിയപ്പെട്ടത്. മനുഷ്യർ നാഗരീകതകൾ കെട്ടിപ്പടുക്കുന്നതിന് യുഗങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ മറ്റൊരു അതിശക്തമായ ലോകം അവർ പണിതുയർത്തി. മനുഷ്യൻ ജനിക്കുന്നതിന് കോടാനിക്കണക്ക് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ അധിപന്മാർ അവരായിരുന്നു. തിളച്ചുമറയുന്ന ലാവകൾക്കിടയിൽ അവർ വമ്പൻ നഗരങ്ങൾ പണിതുയർത്തി. ഉരുക്കിയ പാറകളാൽ അവർ വിസ്മയകരമായ കൊട്ടാരങ്ങൾ കുത്തിയെടുത്തു. മനുഷ്യർ വെങ്കലവും ഇരുമ്പും കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ പ്രപഞ്ചത്തിലെ ഊർജത്തെയും മൂലകങ്ങളെയും നിയന്ത്രിക്കാൻ അവർ പഠിച്ചു. അവരായിരുന്നു പുകയില്ലാത്ത അഗ്നിയാൽ അള്ളാഹു സൃഷ്ടിച്ച ജിന്നുകൾ. തുടക്കത്തിൽ അവർക്കിടയിൽ കൃത്യമായ നിയമങ്ങളും നീതിയുമുണ്ടായിരുന്നു. അവർ അള്ളാഹുവിനെ ആരാധിക്കുകയും പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് ജീവിക്കുകയും ചെയ്തു. അത് ജിന്നുകളുടെ സുവർണകാലമായിരുന്നു. പക്ഷെ കാലം കടന്നുപോയപ്പോൾ അധികാരം അവരെയും അന്ധരാക്കി. മനുഷ്യ ചരിത്രത്തിൽ നാം കാണുന്ന പോലെ തന്നെ ജിന്നുകൾക്കിടയിലും ക്രൂരമായ ഭരണാധികാരികളും അധികാരികളായ വരേണ്യവർഗം അല്ലെങ്കിൽ അൺഎത്തിക്കൽ എലൈറ്റ്സ് രൂപപ്പെട്ടു. അറിവിനെ അവർ ആയുധമാക്കി. ദുർമന്ത്രവാദത്തിന്റെ അന്ത്യരൂപങ്ങൾ പിറവിയെടുത്തത് ആ തെരുവുകളിലായിരുന്നു. പാവപ്പെട്ട ജിന്നുകളെ അവർ അടിമകളാക്കി. നീതിക്ക് പകരം അഹങ്കാരം ആ ലോകം ഭരിച്ചു. അവിടെ അഴിമതിയും കൊള്ളയും കൊലപാതകവും നിത്യസംഭവമായി. രക്തം ചീന്തുന്നതിൽ അവർ ആനന്ദം കണ്ടെത്തി. അള്ളാഹു അയച്ച ദൂതന്മാരെ അവർ പരിഹസിച്ചു. ഒടുവിൽ ആ നാഗരികത അതിൻ്റെ അന്ത്യത്തിലേക്കടുത്തു. ദ ലാസ്റ്റ് ഡേയ്സ് ഓഫ് ജിൻ സിവിലൈസേഷൻ. ഈ ഇരുണ്ട യുഗത്തിൽ ജിന്നുകൾക്കിടയിൽ ഒരു അത്ഭുതം ജനിച്ചു. സാധാരണ ജിന്നുകൾ തങ്ങളുടെ കരുത്തിലും ആയുധങ്ങളിലും അഭിമാനം കൊണ്ടപ്പോൾ ഈ ഒരു വ്യക്തി ചിന്തിച്ചത് പ്രപഞ്ചത്തിന്റെ ഉടയവനെ കുറിച്ചായിരുന്നു. മറ്റു ജിന്നുകൾക്ക് അധികാരം പിടിച്ചെടുക്കാൻ സഹോദരങ്ങളെ കൊന്നൊടുക്കും. ഇദ്ദേഹം ഭൂമിയുടെ ഏകാന്തമായ കോണുകളിൽ തിളച്ചും മറയുന്ന ലാവയുടെ തീരത്തിരുന്ന് അള്ളാഹുവിനെ ധ്യാനിച്ചു. അവനൊരു സാധാരണ ജിന്നായിരുന്നില്ല. അതിബുദ്ധിമാനും പ്രപഞ്ച രഹസ്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവനുമായിരുന്നു. ജിന്നുകളുടെ ഗോത്രയുദ്ധങ്ങളിൽ പങ്കെടുക്കാൻ അവനെ പലരും ക്ഷണിച്ചു. പക്ഷെ അവൻ പറഞ്ഞു, എൻ്റെ പോരാട്ടം മണ്ണിലെ അധികാരത്തിനല്ല, മറിച്ച് എന്നെ പടച്ചവൻ്റെ പ്രീതിക്കാണ്. അവൻ്റെ ഓരോ തസ്ബീഹുകളും ഭൂമിയുടെ അഗാധഗതകളിൽ പ്രതിധ്വനിച്ചു. ജിന്നുകൾക്കിടയിൽ അവനൊരു നായകനായി വളർന്നു. പക്ഷേ അത് വാളുകൊണ്ടല്ല, മറിച്ച് അവൻ്റെ അറിവും ഭക്തിയും കൊണ്ടുമായിരുന്നു. ഒരു ജിന്നിന് എങ്ങനെ ഇത്രമാത്രം പരിശുദ്ധനാകാൻ കഴിയുമെന്ന് മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു. അവൻ്റെ പേരായിരുന്നു അസാസിൽ. ഭൂമിയിലെ ജിന്നുകളുടെ ആക്രമണം സഹിക്കാവുന്നതിലും അപ്പുറമായി. പ്രകൃതിയെയും അള്ളാഹുവിൻ്റെ നിയമങ്ങളെയും അവർ വെല്ലുവിളിച്ചു. ഒടുവിൽ വിധിയെത്തി. അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ മലക്കുകളുടെ സൈന്യം ഭൂമിയിലേക്ക് ഇറങ്ങി. അതൊരു മഹായുദ്ധമായിരുന്നു. പ്രകാശത്താൽ നിർമ്മിതമായ മലക്കുകളുടെ സൈന്യത്തിന് മുന്നിൽ അഗ്നിയുടെ പുത്രന്മാർക്ക് പിടിച്ചു നിൽക്കാനായില്ല. യുദ്ധകളത്തിൽ മലക്കുകൾ ഒരു കാഴ്ച കണ്ടു. സർവനാശത്തിന്റെ മധ്യത്തിലും ശാന്തനായി ഇരുന്ന അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു ജിന്ന്. അത് അസാസിലായിരുന്നു. മലക്കുകളുടെ തലവൻ അസാസിലിന്റെ ഭക്തിയിൽ ആകർഷകനായി. അള്ളാഹുവിന്റെ അനുവാദത്തോടെ അവർ ആ ജിന്നിനെ തങ്ങളുടെ ഒപ്പം ആകാശത്തിലേക്ക് കൊണ്ടുപോയി. ഭൂമിയിലെ ആ ലാവയിൽ നിന്ന് പുകനിറങ്ങിയ അന്തരീക്ഷത്തിൽ അസാസിൽ ഉയർത്തപ്പെട്ടു. അവൻ ആകാശങ്ങളുടെ പടവുകൾ ഓരോന്നോരോന്നായി കയറി. മലക്കുകൾക്കില്ലാത്തൊരു പ്രത്യേകത അവനുണ്ടായിരുന്നു: സ്വന്തമായ ഇച്ഛാശക്തി അല്ലെങ്കിൽ ഫ്രീ വിൽ. ഒരു ജിന്നായിട്ടും സ്വന്തം ഇഷ്ടപ്രകാരം അള്ളാഹുവിനെ സ്മരിക്കുന്ന അസാസിൽ മലക്കുകൾക്ക് പോലും മാതൃകയായി. അവൻ ആകാശ ലോകത്തെ അധ്യാപകനായി മാറി. അസാസിൽ എന്ന പേര് ആകാശങ്ങളിൽ ആദരവോടെ വിളിക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് വർഷങ്ങൾ അവൻ അള്ളാഹുവിനെ ആരാധിച്ചു. സ്വർഗത്തിന്റെ കാവൽക്കാരനായി അവൻ നിയമിക്കപ്പെട്ടു. കാലം അതിൻ്റെ പ്രയാണം തുടർന്നു. ഭൂമിയിലെ ലാവകൾ തണുത്തുറങ്ങി. അന്തരീക്ഷത്തിലെ വിഷപ്പുക മാറി നീലാകാശം തെളിഞ്ഞു വന്നു. സമുദ്രങ്ങളിൽ ജീവന്റെ ആദ്യ കണികകൾ തുടിച്ചു തുടങ്ങി.
ശാസ്ത്രം പറയുന്ന കാംബ്രിയൻ എക്സ്പ്ലോഷൻ പോലെ വൈവിധ്യമാർന്ന ജീവജാലങ്ങൾ ഭൂമിയെ കീഴടക്കി. ഈ സമയം അത്രയും അസാസിൽ ആകാശ ലോകത്ത് മലക്കുകളുടെ നേതാവായി വാഴുകയായിരുന്നു. പക്ഷെ അവൻ്റെ ഉള്ളിൽ ഒരു വലിയ മുറിവുണ്ടായിരുന്നു. തൻ്റെ വംശത്തിൻ്റെ അല്ലെങ്കിൽ ജിന്നുകളുടെ നാശം അവൻ നേരിൽ കണ്ടതാണ്. നക്ഷത്രാന്തര യാത്രകൾ അല്ലെങ്കിൽ ഇൻഡർസ്റ്റെല്ലാർ ട്രാവൽസിൽ ഏർപ്പെട്ടിരുന്ന വളരെ കുറച്ച് ജിന്നുകൾ ഒഴികെ തൻ്റെ പ്രിയപ്പെട്ട വംശവും ബന്ധുക്കളും കൂട്ടുകാരും മുഴുവൻ തുടച്ചു നീൽക്കപ്പെട്ടപ്പോൾ അവൻ അനുഭവിച്ച ഏകാന്തത വിവരിക്കാനാവാത്തതായി. തൻ്റെ വംശത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊരു വിഭാഗം വരുന്നത് അവന് ചിന്തിക്കാൻ പോലുമായില്ല. അപ്പോഴാണ് ആ നിർണായകമായ പ്രഖ്യാപനമുണ്ടായത്. ഭൂമിയിൽ അള്ളാഹു ചില പരീക്ഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ആദമിന് മുൻപ് തന്നെ മനുഷ്യ സമാനമായ പല രൂപങ്ങളും ഭൂമിയിൽ നടന്നു നീങ്ങിയിരുന്നു. അവ ഒരുപക്ഷെ ആദമിന് വേണ്ടിയുള്ള പ്രോട്ടോടൈപ്പുകളായേക്കും. ബുദ്ധിയോ ആത്മാവോ പൂർണ്ണമാകാത്ത എന്നാൽ മനുഷ്യ സാദൃശ്യമുള്ള ആ മുൻഗാമികൾ ഭൂമിയിൽ അലങ്ങിത്തിരിയുന്നത് അസാസിൽ മുകളിൽ നിന്ന് നോക്കിക്കണ്ടു. ഒടുവിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മണ്ണ് ശേഖരിക്കപ്പെട്ടു. മലക്കുകൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കെ അള്ളാഹു ഒരു പുതിയ രൂപം നിർമ്മിച്ചു, ആദം. ഇതൊരു സാധാരണ രൂപമായിരുന്നു. ഭൂമിയിൽ ഇതിനോടകം പരിണമിച്ചു വന്നുകൊണ്ടിരിക്കുന്ന രൂപങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി അറിവും വിവേകവും നൽകപ്പെടാൻ പോകുന്ന ഒരു സവിശേഷ സൃഷ്ടി. വർഷങ്ങളോളം മൺരൂപം ആകാശത്ത് ജീവനില്ലാതെ കിടന്നു. മലക്കുകൾ അതിനെ ബഹുമാനത്തോടെ നോക്കി നിന്നു. എന്നാൽ അസാസിൽ ആ രൂപത്തിനു ചുറ്റും സംശയത്തോടെ നടന്നു. അവന്റെ ഉള്ളിലെ ജിന്ന സ്വഭാവം ആ അഗ്നി പതിയെ പുകയാൻ തുടങ്ങി. അവൻ ആ കളിമൺ രൂപത്തെ തട്ടി നോക്കി. അതിനുള്ളിലെ ശൂന്യത കണ്ട് അവൻ പുച്ഛിച്ചു. അവൻ സ്വയം മന്ത്രിച്ചു, എൻ്റെ വംശത്തെ നശിപ്പിച്ചിട്ട് പകരം വരുന്നത് ഈ മൺരൂപമാണോ? നക്ഷത്രങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കാൻ കഴിവുണ്ടായിരുന്ന അഗ്നിയാൽ തീർത്ത എൻ്റെ വംശത്തെക്കാൾ എന്ത് മേന്മയാണ് ഈ കളിമണ്ണിനുള്ളത്? ലക്ഷക്കണക്കിന് വർഷം ഞാൻ ചെയ്ത ആരാധനകൾക്ക് പകരമായി നീ എനിക്ക് നൽകുന്നത് ഈ വെറും മൺപുഴുവിനെയാണ്. താൻ ഇത്ര കാലം പടുത്തുയർത്തിയ പദവികൾ ഈ മൺരൂപം തട്ടിയെടുക്കുമോ എന്ന ഭയം അവനെ വേട്ടയാടി. മലക്കുകൾക്ക് അസൂയ അറിയില്ലായിരുന്നു, കാരണം അവർക്ക് വികാരങ്ങളില്ല. എന്നാൽ അസാസിയിൽ ഒരു ജിന്നായിരുന്നു. പ്രണയവും ഭയവും അസൂയയും അറിയുന്ന ഒരു ഹൃദയം അവനുണ്ടായിരുന്നു. ആ ഹൃദയത്തിൽ അഹങ്കാരത്തിൻ്റെ കറുത്ത പുക പടർന്നു. അവൻ ആ മൺരൂപത്തിന് നേരെ നോക്കി തൻ്റെ അന്തിമ തീരുമാനമെടുത്തു. നീ ആരായിരുന്നാലും എൻ്റെ വംശത്തിൻ്റെ ശവപ്പറമ്പിന് മുകളിൽ നിന്നെ വഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് മുൻപിൽ ഈ അസാസിൽ തലകുനിക്കില്ല. പ്രിയപ്പെട്ടവരെ, ലക്ഷക്കണക്കിന് വർഷം അള്ളാഹുവിനെ പ്രണയിച്ച മലക്കുകളുടെ പോലും ഉസ്താദായിരുന്ന അസാസിൽ എന്ന മഹാപ്രതിഭ വെറും ഒരു നിമിഷത്തെ അഹങ്കാരം കൊണ്ട് എങ്ങനെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വില്ലനായി മാറിയത്? ആ മൺ രൂപത്തിന് ജീവൻ ലഭിച്ചപ്പോൾ ആകാശ ലോകത്ത് നടന്ന ആ വലിയ സംഭവം എന്തായിരുന്നു? നമ്മുടെ ഈ യാത്രയുടെ അടുത്ത ഭാഗത്ത് അത്ഭുതകരമായ ആ പതനത്തിന്റെ കഥ നമുക്ക് കേൾക്കാം. ഈ ചരിത്രം കേൾക്കുക എന്നത് ഒരു പുണ്യമാണ്. ഇതിലെ ഗുണപാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വരുത്തട്ടെ. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും എത്തിക്കുക. നിങ്ങളുടെ ഓരോ ഷെയറും ഓരോ ലൈക്കും നന്മയുടെ വഴിയിൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലം നേരിടും. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഈ ചെറിയ സഹായം പരലോകത്ത് നമുക്ക് ഉപകരിക്കട്ടെ. ഇതുപോലുള്ള കൂടുതൽ ആഴമേറിയ ഇസ്ലാമിക കഥകൾക്കായി നമോസ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. അസ്സലാമു അലൈക്കും.